ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു eureka. നമ്മളിപ്പോൾ നമ്പർ പാറ്റേൺസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് ഇന്ന് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പത്തെ രണ്ട് പാർട്ടിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു പർട്ടിക്കുലർ നമ്പർ പാറ്റേൺ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുള്ളത് പോലെ ഒരു പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ അത് അനലൈസ് ചെയ്യുക. അതിൽ എത്ര റോസ് ഉണ്ട്, അതുപോലെ എത്ര എലമെൻറ്റ് വെച്ച് പ്രിൻ്റ് ആവുന്നുണ്ട്, എന്ത് സ്പെഷ്യൽ ക്യാരക്ടർ ആയിക്കോട്ടെ, നമ്പേഴ്സ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, എത്ര എണ്ണം വെച്ച് ഓരോ റോയിൽ പ്രിൻ്റ് ആവുന്നുണ്ട്, അതുപോലെ എന്താണ് പ്രിൻ്റ് ആവുന്നത്. ഇപ്പോൾ ഇത് അനലൈസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കാണാം 5 റോസ് ഉണ്ട്, ശരിയല്ലേ? 5 റോ ഉണ്ട്. അതുപോലെ ഓരോ റോയിലും എത്രാമത്തെ റോയിലാണോ നിൽക്കുന്നത് ആ റോയുടെ എണ്ണത്തെ ഡിപ്പെൻഡ് ചെയ്താണ് എലമെൻറ്റിൻ്റെ നമ്പർ. അതായത് ആദ്യത്തെ റോയിൽ 1 എലമെൻറ്റ്, രണ്ടാമത്തെ റോയിൽ 2 എലമെൻറ്റ്, മൂന്നാമത്തെ റോയിൽ 3 എലമെൻറ്റ്, അങ്ങനെ റോയുടെ എണ്ണം ഒന്ന് കൂടുന്നതിനനുസരിച്ച് എലമെൻറ്റിൻ്റെ എണ്ണവും കൂടുന്നു. അതായത് ഏത് റോയിൽ, അതായത് ഒന്നാമത്തെ റോയിൽ 1 എലമെൻറ്റ്, അതായത് റോ ഏതാണോ അത്ര എലമെൻറ്റ് തന്നെ ഉണ്ട്. അതുപോലെ നമ്പേഴ്സാണ് പ്രിൻ്റ് ആയിരിക്കുന്നത്, അതും ജസ്റ്റ് റിവേഴ്സ് ഓർഡറിൽ. അപ്പോൾ ആദ്യത്തെ റോയിൽ 1 പ്രിൻ്റായി, രണ്ടാമത്തെ റോയിൽ 1 2ന് പകരം 2 1 എന്നാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് പ്രിൻ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. നമുക്കപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ പറയാറുള്ളത് പോലെ ഒരു പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ അത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഫോർ ലൂപ്പ് നമ്മുടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് എത്ര റോസ് ഉണ്ട്, ആ റോസിലെ ഐട്രേഷൻ അതെപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് 5 റോസ് അല്ലേ ഉള്ളത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു മെയിൻ ഫംഗ്ഷനുമായിട്ട്. അപ്പോൾ ആദ്യം നമ്മുടെ റോസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൂപ്പ് എഴുതുക. 4 int i ഈക്വൽ ടു എവിടെ തൊട്ടാണ് 1, i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, i പ്ലസ് പ്ലസ്. ഓക്കെ, ഇപ്പം നമ്മുടെ റോസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ലൂപ്പ് എഴുതി. ഇനി നമ്മുടെ ഇന്നർ ലൂപ്പ്, അതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം ഞാൻ ഇതിനകത്തൊരു ജെ ലൂപ്പ് കൊടുക്കുകയാണ്. 4 int j എന്ന് പറയുന്നത് ഈക്വൽ ടു ഞാൻ i എന്ന് കൊടുക്കുകയാണ്. j ഈക്വൽ ടു i, j ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, j മൈനസ് മൈനസ്. ഓക്കെ, കൊടുത്തു. ഇനി ഇതിനകത്ത് നമ്മൾ പ്രിൻ്റ് ചെയ്യാണ്. എന്താണോ നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ടത് അത് കൊടുക്കുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് സ്റ്റാർ പ്രിൻ്റ് ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ സ്റ്റാർ കൊടുത്തു. അപ്പോൾ എല്ലാത്തിലും ഞാൻ പറയുന്നത് പോലെ നമ്മളിപ്പോൾ ഇന്നർ ലൂപ്പിനകത്ത് ln കൊടുക്കരുത്. അതായത് ഒരു റോയിലെ കംപ്ലീറ്റ് കോളം ഫില്ലായതിന് ശേഷമേ നെക്സ്റ്റ് ലൈൻ പ്രിൻ്റ് ആവാൻ പാടുള്ളൂ. അപ്പോൾ ഞാനൊരു സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് println ഈ ഫോർ ലൂപ്പ് കഴിഞ്ഞതിന് ശേഷം കൊടുത്തു. ഓക്കെ, ഇനി നമുക്കിത് എങ്ങനെയാണ് പ്രിൻ്റ് ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ ഇത് പ്രിൻ്റ് ചെയ്യുമ്പോൾ സ്റ്റാർസ് പ്രിൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ഇപ്പം നമുക്ക് എങ്ങനെയാണ് 5 റോയിലായിട്ട് പ്രിൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആദ്യത്തെ റോയിൽ 1 എലമെൻറ്റ്, 2 എലമെൻറ്റ്, 3 എലമെൻറ്റ്, അങ്ങനെ പോകുന്നുണ്ട്, ശരിയല്ലേ? ഇപ്പം നമുക്ക് ഈ സ്റ്റാറിന് പകരം നമ്പേഴ്സാണ് വേണ്ടത്, ശരിയല്ലേ? അതും റിവേഴ്സ് ഓർഡറിൽ. അപ്പം ഞാനിവിടെ അതുകൊണ്ടാണ് j ഈക്വൽ ടു i എന്ന് കൊടുത്തത്. ഇനി ഇവിടെ നിങ്ങളിത് മാറ്റിയിട്ട് ഈ സ്റ്റാർ മാറ്റിയിട്ട് ഇവിടെ j പ്രിൻ്റ് ചെയ്യാൻ കൊടുത്താൽ മതി. ഇതാ ഇപ്പോൾ ഇത് പ്രിൻ്റ് ചെയ്യുമ്പോൾ കാണാം, ഇതാ നിങ്ങൾക്ക് വേണ്ട പോലെ കിട്ടിയിട്ടുണ്ട്. 1 2 1 3 2 1 4 3 2 1. അപ്പോൾ ഇത് ഒന്ന് വൃത്തിയായിട്ട് പ്രിൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇതിന് ശേഷം ഒരു സ്പേസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നല്ല നീറ്റായിട്ട് പ്രിൻ്റ് ആവും. ഇതാ കണ്ടല്ലോ. ഇനി ഇപ്പോൾ ഇതിൻ്റെ ലോജിക്ക് മനസ്സിലായിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യം എത്രയാണ്? ഐയുടെ വാല്യൂ 1 ആണ്, ശരിയല്ലേ? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി. അപ്പോൾ ഇന്നർ ലൂപ്പിൽ കയറി. ഇന്നർ ലൂപ്പിൽ കയറുമ്പോൾ ആദ്യം j ഈക്വൽ ടു i എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ജെയുടെ വാല്യൂ ഐയുടെ വാല്യൂ എത്രയാണോ അത് തന്നെ. അപ്പോൾ ഐയുടെ വാല്യൂ 1 ആയതുകൊണ്ട് ജെയുടെ വാല്യൂവും 1. 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണല്ലോ, അതെ. അപ്പോൾ എത്രയാണ്? j പ്രിൻ്റ് ആവും. ജെയുടെ വാല്യൂ എത്രയാണ്? 1. അപ്പോൾ 1 പ്രിൻ്റായി, ഒരു സ്പേസും അതിൻ്റെ കൂടെ പ്രിൻ്റായി. അത് കഴിയുമ്പോൾ j ഡിക്രിമെൻ്റ് ആയി 0 ആയി. 0 ആയപ്പോൾ എന്താണ്? 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 അല്ലല്ലോ, അല്ല. അപ്പോൾ കണ്ടീഷൻ തെറ്റി. അപ്പോൾ ഇതിൽ കയറില്ല. എന്നിട്ടൊരു നെക്സ്റ്റ് ലൈൻ പ്രിൻ്റായി. അതായത് 1 പ്രിൻ്റ് ആയതിനു ശേഷം ഒരു സ്പേസ് ഇട്ടതിന് ശേഷം നെക്സ്റ്റ് ലൈൻ പ്രിൻ്റായി. ഓക്കെ, ഇനിയിപ്പോൾ വീണ്ടും ഇത് ഔട്ടർ ലൂപ്പിനകത്തോട്ട് പോയി ഐയുടെ വാല്യൂ 1 കൂടി. അപ്പോൾ എത്ര ആവും? ഐയുടെ വാല്യൂ 2 ആവും. അപ്പോൾ സെക്കൻഡ് റോയിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ എത്രയാണ്? ജെയുടെ വാല്യൂ i ആയതുകൊണ്ട് ജെയുടെ വാല്യൂ 2 ആയി. ഓക്കെ, 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണല്ലോ, അതെ. അപ്പോൾ 2 പ്രിൻ്റായി, ഒരു സ്പേസും പ്രിൻ്റായി. ജെയുടെ വാല്യൂ ഡിക്രിമെൻ്റ് ആയി 1 ആയി. 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണല്ലോ, അതെ. അപ്പോൾ വീണ്ടും പ്രിൻ്റ് ആകുമ്പോൾ 2ഉം 1ഉം പ്രിൻ്റായി. വീണ്ടും ഡിക്രിമെൻ്റ് ആയി 0 ആവും. അപ്പോൾ കണ്ടീഷൻ തെറ്റും പുറത്ത് വരും. ഇങ്ങനെ ഇത് ഐട്രേറ്റ് ചെയ്ത് ഇങ്ങനെയാണിത് റിവേഴ്സ് ഓർഡറിൽ പ്രിൻ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അതായത് ജെയുടെ വാല്യൂ എന്ന് പറയുന്നത് ആദ്യം i ആക്കി കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ ഒരു കണ്ടീഷൻ പറഞ്ഞു കൊടുത്ത് അത് റിവേഴ്സ് ആയിട്ട് ചെയ്തോളൂ. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. താങ്ക് യു.